ഹലോ ഗെയ്സ്, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ്, റിസോർട്ടിലാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നാടിന് നടുക്കിയൊരു സംഭവം ഉണ്ടായി. മുണ്ടക്കൈ ചൂരൽമലയിൽ പ്രകൃതി ദുരന്തം. ഒരുപാട് പേരുടെ ജീവനുകൾ പോയിട്ടുണ്ട്, ഒരുപാട് പേരുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടായ സംഭവത്തിൽ ഒരു പ്രദേശം അങ്ങനെ ഇല്ലാതായിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമലയിലാണ് അതുണ്ടായത്. നവമാധ്യമങ്ങളാണ് ഇവിടെ അത് കാരണം വയനാട് ജില്ലയുടെ വിളക്ക് തന്നെ അണഞ്ഞെന്ന് തന്നെ പറയാം. ടൂറിസം മേഖലയാണ് വയനാട് ജില്ല. ഇവിടെ ഒരുപാട് പേര് ദിവസം വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. നമ്മൾ മറ്റു ജില്ലക്കാർ ഇവിടെ വരുന്നത് കൊണ്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്നവരും ജോലി ചെയ്യുന്നവർക്കൊക്കെ അതൊരു ആശ്വാസമാണ്. ലോൺ എടുത്തും കടം വാങ്ങിച്ചും ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇപ്പോൾ പട്ടിണിയിലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇല്ലാത്ത അപവാദം ഉണ്ടാക്കി ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള മെസ്സേജ് പുറത്തുവിടാതിരിക്കുക. ഇവിടെ എല്ലാവർക്കും ജീവിക്കണം. വയനാട് ജില്ല പഴയ പോലെ ടൂറിസം മേഖല വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒരുപാട് പേര് പട്ടിണിയിലേക്കും. ദയവ് ചെയ്ത് എല്ലാ കഥകൾ ഉണ്ടാക്കാതിരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, അപകടമാണ് ഉണ്ടായത്, പ്രകൃതി ദുരന്തമാണ്. അത് വയനാട് ജില്ല മാത്രമല്ല, അത് ഏത് ജില്ലയിലും ആവാം. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ കഥകൾ ഉണ്ടാക്കാതെ ഇനി പഴയ പോലെ വയനാട് ജില്ലയെ നമ്മൾ ചേർത്ത് പിടിച്ച് ഒന്നിച്ച് നിൽക്കണം, ഒരപേക്ഷയാണ്.